കോൺഗ്രസിന്റെ DCC നേതൃത്വം ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തമ്മിലടിയിൽ സംഘർഷവുമായി ബന്ധപ്പെട്ടിപ്പോൾ റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന. വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ ജനപ്രതിനിധികളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസും ശക്തമായ രീതിയിൽ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നത്തെ ഇരു ചേരികൾ തമ്മിലുള്ള തല്ല് അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ അവിടെ ഇരിക്കുന്നതിൻ്റെയും ശക്തമായ പോലീസ് കാവൽ കൂടി സംഘർഷത്തിനിടയിൽ ഉണ്ട്. ഇരുപക്ഷവും ഇനിയും ഒരു ചേരിതിരിഞ്ഞുള്ള പോരാട്ടം നടത്താതിരിക്കാനുള്ള മുൻകരുതലും കൂടി സ്വീകരിക്കുന്നുണ്ട്. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് പുതിയ സംഘർഷം? നേരത്തെ നടന്നതിന് അപ്പുറത്തേക്ക് വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ ഉരുത്തിരികയാണോ? വിവരങ്ങൾ. പ്രതീക്ഷ സംഘർഷാവസ്ഥ അയ്യുന്നേയില്ല. തുടർച്ചയായി പ്രവർത്തകർ തമ്മിൽ പല സ്ഥലങ്ങളിലായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാങ്ക് ഇലക്ഷൻ നടക്കുന്ന പോളിംഗ് ബൂത്തിന് പുറത്ത് റോഡിലാണ് വീണ്ടും കോൺഗ്രസ് CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. CPMന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കോഴിക്കോട് MP-യും DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അതിന് തൊട്ട് മുൻപിൽ പോലീസുകാരാണ്. അതിനപ്പുറത്തേക്ക് DYFI CPM പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. അതായത് കോൺഗ്രസും CPM പ്രവർത്തകരും നേർക്കുനേർ മുഖാമുഖം നിൽക്കുന്നു എന്നൊരവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ സംഘർഷാവസ്ഥ ഇതിലും മൂർത്തമായ അവസ്ഥയിലേക്ക് പോയിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിൽ ആത്തിവീശുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ സംഘർഷം കുറച്ച് അയവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷെ വീണ്ടും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു അവസ്ഥ തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കള്ളവോട്ടെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് രണ്ട് പ്രവർത്തകരെയും ഏറ്റുമുട്ടുന്നത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അവരുടെ കൈവശമാണ്. കോൺഗ്രസ് ഇത്തവണ ഭരണം പിടിക്കുന്നത് ഒരു അഭിമാന പോരാട്ടം എന്ന വണ്ണമാണ് കാണുന്നത്. നേരത്തെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ നൽകുന്ന സമയത്ത് പോലും വിമതരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പോലീസ് ഇടപെട്ടാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ദിവസം അത് കൂടുതൽ കൈവിട്ടു പോവുകയാണ്. CPMന്റെ പിന്തുണ കോൺഗ്രസിൻ വിമതർക്കാണ്. രാവിലെ പ്രവർത്തകരെ കൊണ്ടുവരുന്നതിന് വേണ്ടി വന്ന വാഹനങ്ങൾക്ക് നേരെ പോലും കല്ലേറുണ്ടായി.